നിനക്ക് ആരും ഇല്ലായിരുന്നു, കുടുംബക്കാരോ ബന്ധുക്കളോ ആരും. ആ സമയത്ത് സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, തിന്നാനും കുടിക്കാനും തരാനും എല്ലാ കാര്യത്തിനും. അതെങ്കിലും നീ ഓർക്കണമായിരുന്നു. നല്ല മഴ, ഇത് തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി കാറെല്ലാം എടുത്തിട്ട് പോവാം. കാറിൽ പോയാൽ മുതലാകത്തുമില്ല. ഷമീറായ ഷമി അകത്തോട്ടുണ്ട്, അങ്ങോട്ടല്ലേ? ഞാൻ കണ്ടോളാം. അത് ഞാൻ കാക്കായെന്ന് കാണാനാ വന്നത്. എന്നെ കാണാനാ? എന്ത്? പിന്നെ കാക്കായ്ക്ക് കാര്യമൊക്കെ അറിയാല്ലേ. അവിടെ നിസാർക്കായ്ക്ക് ജോലി പോയിട്ട് കുറേ നാളായില്ലേ. വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാ. ഞാൻ ഒരുപാടെടുത്ത് ഞങ്ങളെല്ലാവരും ജോലിക്കൊക്കെ പോയി, കൂലിപ്പണിക്ക് വരെ പോകാൻ നോക്കി. മഴയപ്പോൾ കൂലിപ്പണിയില്ല. കൊച്ചുങ്ങളെ കാര്യമൊക്കെ നടക്കണ്ടേ. ഞാൻ ഷെമിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഷെമിയാ പറഞ്ഞ കാക്കാടത്തൊന്ന് പറയാൻ. ഷെമി പറഞ്ഞിട്ടുണ്ട്. കാക്ക ജോലി ചെയ്യുന്നിടത്ത് ഒരു ജോലി ചോദിക്കുമോ? എടുക്കുമെന്ന് അറിയത്തില്ല, ഉറപ്പില്ല, ചോദിക്കാം, അത്രേ ഉള്ളൂ. ഒരു സെക്യൂരിറ്റി പണിയാലും മതി, തുടപ്പായാലും ചെയ്തോളാം. മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പണിയും വരുന്നില്ല. അതാ. അവന് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ? നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഡിഗ്രി വരെയൊക്കെ പഠിച്ചതാ. അപ്പോൾ അവന് അതിൻ്റെതായ ജോലി നോക്കിയൂടെ, സെക്യൂരിറ്റി പണിയായിട്ടൊക്കെ പോകുന്നത്? എനിക്കിനി ചോദിക്കാനും പറയാനും ആരുമില്ല. ബന്ധുക്കളുടെ അടുത്തൊക്കെ ചോദിച്ച്, അവരെയൊക്കെ കനിവ് കൊണ്ടായപ്പോഴും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ മക്കളെയും കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല, ഒരു ജോലി. ഇപ്പോൾ ഷെമിയും കൂടെയൊക്കെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അവളെന്തെങ്കിലുമൊക്കെ തരും. കാക്കായ്ക്കും അറിയാമല്ലേ, ഒരു ജോലി കിട്ടിയാൽ ഞങ്ങൾ ആരെയും ആശ്രയിക്കണ്ടല്ലേ. വീട്ടിൻ്റെ വാടകയും കൊടുത്തിട്ട് 2-3 മാസമായി. ഓണറിനും അറിയാം, അതുകൊണ്ടാണ് കുഴപ്പമില്ലാതെ പോകുന്നത്. ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കാം. ഇക്ക പോയോ? കുറച്ച് പച്ചക്കറി. സമീറ പച്ചക്കറി വേണം, കുറച്ച് പലവ്യഞ്ജനം വേണം. ഞാൻ ലിസ്റ്റ് വാട്സപ്പ് ചെയ്തിട്ടുണ്ടേ. അവൾ പറഞ്ഞ കാര്യം ഒന്ന് ശ്രമിക്കണേക്കാ. കഷ്ടം, ഒരു ജോലിയും കിട്ടുന്നില്ല. ഇനി ഇക്കാലത്ത് മാത്രമേ ഉള്ളൂ പറയാൻ. അവളെ ബന്ധുക്കൾ ആരും ഒന്നും സഹായിക്കത്തില്ല. അത് വേണോടെ? പട്ടിണിയും പരിവട്ടവും ആക്കാം. കഷ്ടം, എൻ്റെ ഉള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമല്ലേ, മനുഷ്യന്മാരല്ലേ. ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തതെന്നും പറഞ്ഞ് ഒരു ജോലി എന്തെങ്കിലും ഉണ്ടോ നോക്ക്. സെക്യൂരിറ്റിയോ തുടപ്പോ ഏത് ജോലിയായാലും അവർക്ക് മതി എന്നാ പറയുന്നത്. കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ കഷ്ടമാണ്. നമ്മളെ കൊണ്ട് എത്രയെന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയില്ലേ? ഞാൻ ചോദിച്ചു നോക്കാം. ചോദിക്കണേ, എന്തായാലും ചോദിക്കണേ, എനിക്ക് വേണ്ടി. പോയിട്ടോ. മഴ. സമീറ എന്തടി രാവിലെ? ഞാൻ കാക്കായെ കാണാൻ വന്നടി, നീ പറഞ്ഞില്ലായിരുന്നു അന്ന് പറയണേന്ന്. എന്നിട്ട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ ആരെയും എടുക്കുന്നില്ല, നോക്കാന്ന് പറഞ്ഞു. ഇന്നലെ എങ്ങനെ ഏതോ കടയിൽ പോകുന്നെന്ന് പറഞ്ഞ്, ആ ജോലി ശരിയായില്ലേ? ഇന്നലെ പോയിട്ട് ഒന്നും ആയില്ല. കടയിലൊന്നും ആളെ നിർത്തുന്നില്ല, കടകളിലൊന്നും കച്ചവടം ഇല്ലെന്ന്. ഉള്ള സ്റ്റാഫുകളെ തന്നെ അവർ പിരിച്ചുവിടാൻ പോകുന്നു. എന്താ ചെയ്യും, നമ്മളുടെ ഒരു സമയദോഷം, അല്ല എന്താ പറയാ. ഞാൻ പറഞ്ഞിട്ടുണ്ടടി, കുഴപ്പമില്ല, ശരിയാവും. മക്കളൊക്കെ സ്കൂളിൽ പോയാ? പോയി. എന്താ കൊടുത്ത്? നീ ഇന്നലെ ഇത്തിരി മാവ് തന്നില്ലായിരുന്നാ? അതിന് ദോശ ഉണ്ടാക്കി കൊടുത്തു. ഉച്ചക്കലത്തേക്കും അതിൽ നിന്ന് കൊടുത്തു കിട്ടോ? അല്ലല്ല, സ്കൂളിൽ നിന്ന് കഴിക്കും. ഉച്ചക്കത്തെ ചോറ് സ്കൂളിൽ നിന്ന് കഴിക്കും. നീ എന്താ കഴിക്കും? അത് കുഴപ്പമില്ല, നമ്മളെ കാര്യമല്ലേ, നമ്മളെന്തെങ്കിലുമൊക്കെ കഴിച്ചു. എനിക്ക് ഞാൻ ഇച്ചിരി അരി എടുത്ത് തരാം. അയ്യോ, അതൊന്നും വേണ്ടടി, നിൻ്റെ എത്ര എന്നും പറഞ്ഞാ നീ എന്നെ എല്ലാ ദിവസവും തരുന്നത്. വേണ്ടടി, ഞാൻ ഇച്ചിരി റേഷനരി ഇരിപ്പുണ്ട്, കഞ്ഞിയെല്ലാം വെച്ചോളാം. അരി മാത്രം കൊണ്ട് പറ്റത്തില്ലല്ലേ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് ഇച്ചിരി കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ കുറച്ച് അരിയും ഇച്ചിരി മീനും ഇച്ചിരി പച്ചക്കറിയും എടുത്ത് വെച്ചേക്കുന്നു. നീ അതും കൊണ്ട് പോയാൽ മതി. ഇന്ന് നിൻ്റെ വന്ന് ഞാൻ എന്ത് പറഞ്ഞാലാണടി നിന്നോടുള്ള കടപ്പാട് തീർക്കുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെട്ട ഞാൻ മറക്കത്തില്ല. അത്രയ്ക്കാണ് നീ തിന്നാൻ തരുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടി തരുന്നത്. സ്വന്തം സഹോദരങ്ങളോ ബന്ധുക്കളോ പോലും തരാത്ത കണക്കാണ് നീ എനിക്ക് ചെയ്യുന്നത്. വാ, പിന്നെ രാവിലത്തെ ദോശ ഇരിക്കുന്നു, വാ കഴിച്ചിട്ട് പോകും. നീ ഇത്തിരി പാത്രത്തിൽ ആക്കി തന്നാൽ മതി, കൊണ്ട് കൊടുക്കട്ടെ, രണ്ടുപേരും കൂടെ കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ചാൽ ഇറങ്ങത്തില്ല. എങ്കിൽ ഞാൻ അത് പൊതിഞ്ഞുതരാം, നീ വാ.
ഷെമിയുടെ നിന്റെ കൂട്ടുകാരി വിളിച്ചിട്ട് പറ നാളെ തൊട്ട് അവനെ ജോലിക്ക് വരാൻ. ആണോ? ജോലി തരാന്ന് പറഞ്ഞാ? ഞാൻ പറഞ്ഞു, ഞാൻ കുറേ പറഞ്ഞിട്ടാ കിട്ടിയത്. ആണോ? അയ്യോ, വലിയ ഉപകാരമുള്ള. 8 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാൻ പറയണം. അതെന്താ? 10 മണി കഴിഞ്ഞാൽ മാനേജർ അവിടെ കാണത്തില്ല. ജോലിയൊക്കെ എന്ത് ജോലിയാന്ന് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റൂ. ഞാൻ അയാളെ കയ്യും കാലും പിടിച്ചിട്ട് ഒപ്പിച്ച ജോലിയാ. സന്തോഷാവും. മോനെ അവിടെ നിന്നേ, അങ്ങോട്ട് പോന്നെങ്കിൽ സമീർ അമ്മ എടുത്ത് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയട്ടാ. നീ ചായ ഇട്, പിള്ളേരെ പറഞ്ഞോട്. മോനെ സമീർ അമ്മ എടുത്ത് പറ, പിന്നെ അമ്മ വിളിക്കുന്ന പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാം, അത്യാവശ്യമാണ്, വരണേന്ന് പറയണേ. നോക്കി പോണേ. ഷെമി, എന്തിനാ അവളെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടാ വരാൻ പറഞ്ഞത്? നാളെ ചെല്ലാൻ പറഞ്ഞ് ഓഫീസിൽ നിസാന്റെ അടുത്ത് നാളെ രാവിലെ ചെല്ലാൻ പറ. നാളെ ചെല്ലാൻ പറഞ്ഞ? വലിയ ഉപകാര. ജോലിക്കായിട്ട് ചെല്ലാൻ പറഞ്ഞു. പറഞ്ഞു വിടാം. സെക്യൂരിറ്റി പണി തന്നെ. അത് ഇനിയിപ്പോ എന്താന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തോള്. ഇക്ക അപ്പൊ എന്റെ വന്നിട്ട് പറഞ്ഞു, നിന്നെ പറയാൻ പറഞ്ഞു. ഉപകാരം മോളെ, മരിച്ചാലും മറക്കത്തില്ല. എന്ത് ചെയ്യും, നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. രാവിലെ കാക്കാട്ടോട് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയാ. കാക്ക പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വിടട്ടെ, ആദ്യമായിട്ട് പോകുന്നതല്ലേ, അറിയത്തില്ലല്ലോ ഒന്ന്. അത് കുഴപ്പമില്ല, രാവിലെ ഇക്കാടെ കൂടെ അങ്ങ് പോയിക്കോ, ആദ്യത്തെ ദിവസമല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇക്ക ഇവിടുന്ന് പോകുന്നതല്ലേ, ഒരു വണ്ടിയിലല്ലേ, കുഴപ്പമില്ല. ഞാൻ പോയെന്ന് പറയട്ടെ, അല്ലെങ്കിൽ അവിടെ കാത്തിരിക്കായിരിക്കും. നീ കൂടെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടത്തില്ലേ എന്തോന്ന്, അങ്ങനെ ഒരു വിഷമം എൻ്റെ പറഞ്ഞ് വേണ്ടെന്ന് പറയാണോ. ഞാൻ ചെന്നൊന്ന് പറയട്ടെ. ചെന്ന് പറ. സന്തോഷമാവട്ടെ. പിള്ളേരൊക്കെ വന്നാ സ്കൂളിൽ നിന്ന്? പിള്ളേരും വന്ന്. രാവിലെ തന്നെ സമയം താമസിക്കല്ലേ? ഇല്ല. ഷെമി, എന്ത് ജോലിക്ക് പോയതല്ലേ? എന്ത് പെട്ടെന്ന് വന്നത്? ജോലി ഇരിക്കുന്ന? എന്റെ ജോലി പോയി. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതെന്താ കാര്യം? എന്ത്? അന്ന് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തില്ലായിരുന്നാ? അന്ന് അതിന്റെ ഒരു കോപ്പി നീ നിസാറിന് കൊടുക്കാൻ പറഞ്ഞില്ല, ഒന്ന് പഠിക്കട്ടെ, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു പഠിക്കാനാ. പക്ഷെ അവൻ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അവൻ്റെതാണെന്നും പറഞ്ഞു. നിനക്കറിയാല്ലേ, ഞാൻ 6 മാസം കഷ്ടപ്പെട്ടിട്ട് ആ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. അതിപ്പോ അവൻ പറഞ്ഞൂടെ ഇക്കാടെ പ്രോജക്റ്റ് ആണെന്ന്? മാനേജറോട് ഞാൻ പറഞ്ഞു എൻ്റെ പ്രോജക്റ്റ് ആണെന്ന്. അപ്പോഴവൻ പറഞ്ഞ് അവൻ്റെ പ്രോജക്റ്റ് ഞാൻ കോപ്പി അടിച്ചാണെന്ന്. അങ്ങനെ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ജോലിക്ക് എന്തായി? ചിലപ്പോൾ സമീർ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല, അവൻ ചെയ്തതായിരിക്കും. ഞാൻ സമീറോട് പറയാം, അവൾ പറഞ്ഞ അവൻ കേൾക്കും, ഞാൻ പറഞ്ഞ അവളും കേൾക്കും. എല്ലാ സത്യങ്ങളും മാനേജറോട് നമുക്ക് വിളിച്ച് പറയാം. അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും പറയട്ടെ, അവളെ ഒന്ന് കാണട്ടെ. എന്തായാലും അവളോടൊന്ന് പോയി ചോദിക്കട്ടെ, ചിലപ്പോ അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അല്ല, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് പറ്റും. അവൾ അറിയാതെ ആയിരിക്കും, അവൻ ചെയ്തതായിരിക്കും. സമീറ, നിന്റെ വീട്ടിലോട്ട് വരുമായിരുന്നടി. കിട്ടിയതിന്റെ ജോലിയൊക്കെ പോയാ? എങ്കിലും നിന്റെ ഭർത്താവ് ഈ ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. ചതിയാ? എന്ത് ചതി? അന്ന് ആ പ്രോജക്റ്റ് കൊടുത്തതേ നിന്റെ ഭർത്താവിന് നല്ലൊരു ഇംപ്രഷൻ കിട്ടട്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഇക്ക ചെയ്ത പ്രോജക്റ്റ് എടുത്ത് കൊടുത്തത്, സ്വന്തം പേരിൽ കൊടുത്ത്. അതുകൊണ്ട് എൻ്റെ ഇക്കാടെ ജോലി ഇപ്പൊ പോയത്. നിന്റെ ഭർത്താവ് ഒന്ന് മാറ്റി പറഞ്ഞാൽ കിട്ടുമോടി എൻ്റെ ഇക്കാടെ ജോലി? ഇന്നലെ മാനേജർ ചോദിച്ചിട്ടും ഒന്നും മിണ്ടായിരുന്നു. ഇക്ക ഒരുപാട് പ്രാവശ്യം പറഞ്ഞെന്ന്. ഇന്ന് ഇക്ക ജോലിക്ക് പോയതാ, പറഞ്ഞു വിട്ട അവിടുന്ന്. അതുകൊള്ള, നിന്റെ കെട്ടിയന്റെ ജോലി പോയതിന് ഞങ്ങളെ കുറ്റം പറയുന്ന? നല്ലപോലെ ജോലി ചെയ്യുന്നവരല്ലേ കമ്പനിക്ക് ആവശ്യം. സമീറ, നീ എല്ലാം മറന്നു നടക്ക് സംസാരിക്കരുത്. നിനക്കറിയാവുന്ന കാര്യമല്ലേ. എൻ്റെ ഇക്ക പോയി മാനേജറോട് സംസാരിച്ചിട്ടില്ലേ 6 മാസത്തേക്കാലം ജോലി കിട്ടിയത്. 3 മാസം വെച്ചില്ലല്ലോ എൻ്റെ ഇക്കായ ജോലിയിൽ നിന്ന് നിന്റെ ഭർത്താവിന് പറഞ്ഞു വിടാൻ പറ്റിയില്ലേ. ഇക്കായ്ക്ക് അതിനുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടി ജോലി. അല്ല ഇനിയിപ്പോൾ ആരെ ഇതുകൊണ്ടൊന്നും അല്ല. കമ്പനി കാണിച്ചു കൊടുത്തു, അത്ര തന്നെ. മാനേജറെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നും പറഞ്ഞ്. അപ്പൊ നീ ഇവിടെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ലേ ഞാൻ ചെയ്ത സഹായങ്ങളും മരിച്ചാലും മറക്കൂലെന്നാ നീ പറഞ്ഞത്. എന്നിട്ടാണ് ഈ കഠിനമായി നീ എന്നോട് ചെയ്തത്. എൻ്റെ ഭർത്താവിൻ്റെ കഴിവ് കൊണ്ടാണ് ജോലി കിട്ടിയത്. അല്ലാതെ നിന്റെ കെട്ടിയവൻ പറയുന്നുണ്ട് വലിയ കമ്പനി ജോലി കൊടുക്കൂ. ഇല്ലല്ലേ, ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ജോലി കിട്ടി. നിന്റെ കെട്ടിയവൻ്റെ ജോലി പോയത് അയാളെ കയ്യിലിരിപ്പുണ്ട്. ശരിയാ, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലിരിപ്പ്. നിന്നോടൊക്കെ കുറച്ച് മനസാക്ഷി കാണിച്ച്, അതാ അയാൾ ചെയ്ത തെറ്റ്. അത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇല അറിഞ്ഞ് മാത്രമേ വിളമ്പാൻ പാടുള്ളൂ എന്ന്. ഇപ്പൊ മനസ്സിലായി, ആ ഒരു പാഠം ഇപ്പൊ പഠിച്ച്. നിനക്ക് ആരും ഇല്ലായിരുന്നു, കുടുംബക്കാരോ ബന്ധുക്കളോ ആരും.
ആ സമയത്ത് സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. തിന്നാനും കുടിക്കാനും തരാനും എല്ലാ കാര്യത്തിനും. അതെങ്കിലും നീ ഓർക്കണമായിരുന്നു. ഈ തിന്നാൻ തന്നതിന്റെ കണക്ക് പറയണ. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചതേ നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ലെന്നാ. നീ അറിഞ്ഞ അത് വിലക്കുമെന്നാ. പക്ഷെ നീയും കൂടെ അറിഞ്ഞിട്ടായിരുന്നല്ലേ. എങ്കിലും എന്നോട് ഇത് വേണ്ടായിരുന്നു സമീറ. നിന്റെ ഓരോ കാര്യങ്ങളിലും കൈപിടിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഓർമ്മ അത് നീ പെട്ടെന്ന് മറന്നു കളഞ്ഞു. മറവി നല്ലതാ, ഏതിനും മറവി. ഒരു രാത്രി ഉണ്ടെന്ന് ലോകം അവസാനിക്കത്തില്ല. അത് നീ ഓർത്താ നല്ലത്. എനിക്ക് നീയായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി എന്നോട് മിണ്ടാനും വരരുത്. അങ്ങോട്ട് ആ കാര്യം പറഞ്ഞ് അങ്ങോട്ട് വരികയും വേണ്ട.